അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹ ബഹുമാനമുള്ള TTQ വിശുദ്ധ ഖുർആൻ തജ്വീദ് പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനത്തെയും ഈ ഒരു സമയത്തെയുമൊക്കെ ഏറ്റവും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു നമുക്ക് എളുപ്പത്തിൽ അതിനൊക്കെ ഒരു തുറവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ ലക്ഷ്യമായ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യുകയും അതിൻ്റെ അർത്ഥ ആശയതലങ്ങളിലൂടെ മുന്നേറാൻ ഈ ഒരു പഠനം അള്ളാഹു നമുക്ക് കാരണമാക്കി മാറ്റി തരുമാറാവട്ടെ. അതിലൂടെ അവൻ്റെ ഏറ്റവും ഉന്നതമായ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കസീറ. സൂറത്തു ഫാത്തിഹ പാരായണം ചെയ്യാൻ ഷിഫിനെയാണ് വിളിക്കുന്നത്. ഷിഫിൻ. സൂറത്തു ഫാത്തിഹ പാരായണം ചെയ്യുന്നു. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഓക്കെ, പിന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇപ്പോൾ ഒരു ഹെവി രീതിയിലേക്ക് പോയിട്ടുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. ഓക്കെ, ഈ ഭാഗം ഒന്ന് ഫസ്റ്റത്തെ ചെറിയ പാട്ടൊന്ന് തഹജ്ജ് ചെയ്യൂ. واو فتحة وا قاف كاف فتحة مفخمة مد تبيه حركتان. കാഫിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? كاف فتحة مفخمة كاف فتحة مفخمة مد تبيه حركتان. قاف فتحة مفخمة ألف مد مفخمة مد طبيعي حركتان. قاف مد مفخمة ألف مد مفخمة مد تبيه حركتان. لو لام لما واو مد تبيه حركتان. قالوا. അവിടെ ഒരു സ്ഥാനം കൂടി ഇല്ലേ? സിഫർ മുസ്തദിർ. ഒക്കെ മൊത്തത്തിൽ പറയണം, അതൊന്നായിട്ട്. قالوا وقالوا ميم فتحة ألف مد تبيه حركتان ما لام كسرة لي مالي وقالوا مالي. ഓക്കെ, തഹജിക്കൊരു എന്തൊരു ഒരു ഫ്ലോ കുറവുണ്ട്, ശരിയാക്കി എടുക്കണം. ഓക്കെ, ഒക്കെ പഴയ പാട്ടുകളാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് സ്പീഡിലാവുമ്പോൾ നമുക്ക് പുതിയതിനെ കുറച്ചും കൂടി സ്പീഡിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
أو يلقى إليه كنز أو تكون له جنة يأكل منها وقال الظالمون إن تتبعون إلا رجلا مسحورا. ഒരു പ്രാവശ്യം കൂടി ഓതി നോക്കിയാൽ ചില ഭാഗങ്ങളും കൂടി ക്ലിയർ ആവാൻ ചാൻസ് ഉണ്ട്. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഉന്ന ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി നിങ്ങൾ പാരായണം ചെയ്താൽ ചിലപ്പോൾ അതും കൂടി ക്ലിയർ ആവും. أو يلقى إليه كنز أو تكون له جنة يأكل منها وقال الظالمون جنة يأكل منها تنيا إدغام بغنة അവിടെയും മണിക്കണം. جنة يأكل منها وقال الظالمون إن تتبعون إلا رجلا مسحورا. رجلا مسحورا. رجلا مسحورا. ഓക്കെ, ആ ചുവപ്പ് കാണുന്ന ഭാഗം മാത്രം ഒന്ന് തഹജ് ചെയ്യാൻ പ്രയാസാവോ? നോക്കട്ടെ. അലിഫ് ഹംസ ഫത്തഹ അ വാവ് സുക്കൂൻ ഔ യാ ദമ്മ യു ലാം സുക്കൂൻ യുൽ ഖാഫ് മുഫഖമ ഖാഫ് ഫത്തഹ മുഫഖമ യാ മദ് മുഫഖമ ഉണ്ടതിന് യാ മദ് മുൻഫസിൽ. യാ മദ് മുൻഫസിൽ വാജിബ് അർബഅ और ഖംസ ഹറകത്താൻ ഔ യുൽഖാ. മുൻഫസിൽ വാജിബാണോ ജായിസ് ആണോ? അല്ല വാജിബല്ല, മുത്തസിലാണ്. മുൻഫസിലാണ്. മുൻഫസിൽ ജായിസ്. അതെ, മുൻഫസിൽ ജായിസ്. ഇസ്നാനി ഇസ്നാ അർബഅ और ഖംസ ഹറകത്താൻ. അലിഫ് ഹംസ കസ്റ ഇ ലാം ഫത്തഹ ലാ യാ സുക്കൂൻ ഇലൈ ഹാ കസ്റ ഹി ഔ യുൽഖാ ഇലൈഹി. ഓക്കേ, അൽഹംദുലില്ലാ, ബറകല്ലാഹു ഫീക്. ശരിയായി. ഓക്കേ ശരിയായി അൽഹംദുലില്ലാ. അവസാനത്തിൽ കുറച്ചൊന്ന് കിട്ടാൻ വിട്ടുകണ്. ഇൻഷാ അല്ലാഹ് ശരിയായിക്കോളും. ശരി ഇൻഷാ അല്ലാഹ്. അത് ഒഴിവിന്റെ കമ്മി കൊണ്ടൊക്കെ കൂടെ. ആയിക്കോട്ടെ, എന്നാ ശരി. അസ്സലാമു അലൈക്കും. أو يلقى إليه كنز أو تكون له جنة يأكل منها وقال الظالمون إن تتبعون إلا رجلا مسحورا. ഓക്കേ, അൽഹംദുലില്ലാ. أو يلقى إليه. ഓക്കേ, ألف همزة فتحة أ واو سكون أو يا ضم يو لام سكون يل قاف فتحة ألف مد لينة منفصل جائز اثنان أو أربع أو خمس حركات. ألف همزة كسرة إي يلقى إي لام فتحة لا إلى يا سكون إلي ها كسرة هي إليه أو يلقى إليه. ഓക്കേ ഇലൈഹി. ഓക്കെ അൽഹംദുലില്ലാ. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സാറ് പറയാത്തതും കൂടി നിങ്ങൾ പറഞ്ഞു. പക്ഷെ അതിലൊരു സാധനം വിട്ടുപോയി. ഖാഫ് മുഫഖമ പറയാൻ വിട്ടുപോയി. ഖാഫ് ഫത്ഹ മുഫഖമ, പിന്നെ അലിഫ് ലയീന,
മദ് മുൻഫസിൽ ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് അൽഹംദുലില്ലാ, നല്ല ഭംഗിയായിട്ട് പറഞ്ഞു. പക്ഷെ മുഫഹമ വിട്ടുപോയി, കുഴപ്പമില്ല. ഇത് മറക്കില്ല ഈ തഹജ്ജുദ് മറക്കില്ല. എല്ലാം ഉഷാറായിട്ട് പറഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാ, ഉഷാറായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഫിസ്സായിന്ന് തഹജ്ജുദ് അത് മറന്നു പോകുന്നു, എന്തെന്ന് അറിയുന്നില്ല. ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ. انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. ഓക്കെ, ഈ ഭാഗം മാത്രം ഒന്ന് തഹജ്ജ് ചെയ്യൂ. انظر ഹംദത്ത് വസ്ലിൻ തസ്ബത്ത് വസ്ലിൻ നബദു ബിഹാ ഉ ഓക്കെ, അത് മതി, നൂൻ അത് മതി. നൂൻ സാക്കിന സാക്കിനന്റെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് നൂന് സുക്കൂൻ പറഞ്ഞാൽ മതി. ദാദ് ദമ്മ. ഓക്കെ നൂൻ സാക്കിന ലാ ലമ്മ ലു റാ സുക്കൂൻ. ഓക്കെ ഓക്കെ, ഞാൻ മുഫഖമ ഉണ്ടോ? മുഫഹമ പറയണ്ട, അത് സുക്കൂനല്ലേ. ഓക്കെ, പിന്നെ ഞാനത് നിങ്ങൾ പാരായണം ചെയ്തപ്പോ തന്നെ ക്ലിയർ ആണ്. അത് ഇനിയിപ്പോ അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ബറകല്ലാഹു ഫീ. തബാറകല്ലദീ ഇൻശാ ജഅല ലകൽ ഖൈർ ജഅല ലക ഖൈറം മിൻ ദാലിക ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വയജ്അൽ ലക ഖുസൂറാ. ഓക്കെ, അൽഹംദുലില്ലാ. മെഹറുന്നിസ താത്തനെ ഞാൻ ഒന്ന് പിന്നെ പഠിതാക്കൾക്കൊന്ന് പരിചയപ്പെടുത്തും കൂടി ചെയ്യാം. മെഹറുന്നിസ താത്ത കൊല്ലത്താണ്, 2 മക്കൾ കൂടെ പഠിക്കുന്നുണ്ട്. പിന്നെ പോരാത്തത് നല്ല പ്രായമുണ്ട്, വീട്ടിൽ പിന്നെ പ്രയാസമുള്ള ഒരു കുട്ടിനെയായിട്ടാണ് മെഹറുന്നിസ താത്ത നിൽക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ഒരു പ്രായത്തിലും ഒരുപാട് പ്രയാസങ്ങളെ കൂടത്തിൽ ഈ പഠനത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളത് ഏറെ പഠിച്ചവൻ്റെ അടുത്ത് ഒരുപാട് അനുഗ്രഹമുള്ള കാര്യമാണ്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം മെഹറുന്നിസ താത്തക്ക് വേണ്ടിയിട്ട്. മെഹറുന്നിസ താത്തൻ്റെ ഒരു മോള്, സുഖമില്ലാത്തൊരു മോളുണ്ട്, ആ മോൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതേപോലെ 2 മക്കളും ഈ ഒരു ക്ലാസ്സിൽ നമ്മളെ കൂടെ ഉണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു പിന്നെ പാരായണത്തിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. കാരണം മെഹറുന്നിസ താത്ത കുറച്ച് പ്രായമുള്ള ആളാണ്. പിന്നെ ഒരുപാട് പരിമിതികളും പ്രയാസങ്ങൾക്കിടയിലാണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇതിന് പിന്നെ ശ്വാസം കിട്ടാത്തൊക്കെ പ്രായത്തിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം എന്ന് കരുതുകയാണ്. എന്നാലും അള്ളാഹു ഖൈർ നൽകട്ടെ. മെഹറുന്നിസത്താത്തെയും മക്കൾക്കൊക്കെ ഖൈർ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അസ്സലാമു വറഹ്മത്തുള്ളാഹി. പിന്നെ താഹിറത്താത്ത, ഈ ആയത്ത് ഒന്ന് കൃത്യമായിട്ട് പാരായണം ചെയ്തിട്ട് ആ കാണുന്ന ഭാഗം ഒന്ന് തഹജ്ജ് ചെയ്തോളൂ. തബാറകല്ലദീ ഇൻശാ ജഅല ലക ഖൈറം മിൻ ദാലിക ജന്നാത്തിൻ തജ്രി. ജന്നാത്തിൻ എന്നാണ്, ജന്നാത്തിൻ അലിഫ് അവിടെ കയറി കിടക്കുകയാണ്. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വയജ്അൽ ലക ഖുസൂറാ. ഓക്കെ, ആ ഭാഗം ഒന്ന് തഹജ്ജ് ചെയ്തോളൂ. ആ ഭാഗം മാത്രം, ചുവപ്പ് കാണുന്ന ഭാഗം മാത്രം. ഖൈറം മിൻ ഖാഫത മുഖഫമഹ യാ സുകൂൻ ഖൈ റാ തൻവീൻ ഫത്ഹ മുഖഫമ ഖൈറൻ അല്ല, അതിന് മീൻ ഹർഫ് ശരിയാ റാ തൻവീൻ ഫത്ഹ മുദാമ ഫിൽ മീമിൽ മക്സൂറ ബിഇന്ന ഹറകതൈൻ ഇദ്ഗാം കാമിൽ ഖൈറൻ. ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാ. മതി അൽഹംദുലില്ലാ. ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. മെഹറുന്നിസ താത്തൻ്റെ ഒരു മോളാണ് താഹിറ താത്ത, ഇൻഷാ അല്ലാഹ്. ഓക്കെ. بل كذبوا بالساعة وأعتدنا لمن كذب بالساعة سعيرا. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. ഓക്കെ, ശുക്രൻ. با فتحة با لام سكون بل كاف فتحة راء فتحة كلا
بعض كذبوا بل كذبوا أعتدنا لمن كذب بالساعة سعيرا. Okay. بسم الله الرحمن الرحيم إذا رأتهم من مكان بعيد بعيد سمعوا لها تغيظا وزفيرا. തഗയ്യുദ് എന്ന് പറയുമ്പോ എവിടെ മഖ്റജ് ടച്ച് ചെയ്തിരുന്നു അറിയോ? പല്ലിന്റെ അരികില്. രണ്ട് പല്ലിന്റെ ഇടയിലാണോ അതല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഇറങ്ങിപ്പോയോന്നൊരു സംശയം, പല്ലിന്റെ മുരട്ടിലേക്ക് പോയോന്നൊരു ഡൗട്ട്. ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ റഅതഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യതൻ വസഫീറാ. ഓക്കെ, മാറ്റങ്ങളുണ്ട് കമർത്ത, അഞ്ഞും ശ്രദ്ധിക്കണം. നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിച്ച് പാരായണം ചെയ്ത് അതിന്റെ കൂടെ വന്ന് റെഡിയാക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا رأتم من مكان بعيد سمعوا لها تغيظا وزفيرا. ഒരാഴ്ച സമയം ഉണ്ടായിട്ട് നിങ്ങൾ പഠിച്ചില്ലേ ആരും? ഇൻഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ, സുഖമില്ലായിട്ടാണ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا. ഒന്നും പഠിച്ചിട്ടില്ലല്ലോ സാഹിദത്താത്ത, എന്താണ് നിങ്ങൾ ഇങ്ങനെ? إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا. ഓക്കെ, ഇനി ആ തഹജ്ജുദ് ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി. റാ ഫതഹ മുഫഹമ റാ, അലിഫ് ഹംസ ഫതഹ ആ, താ സുകൂൻ, ഹാ ലമ്മാഹു, റാ ഹാ ലമ്മാഹു, മീം സാക്കിന മുദ്ഗമ ഫിൽ മീമിൽ മക്സൂറ ബിഗുന്ന. മീം സാക്കിന മുദ്ഗമ ഫിൽ മീമിൽ മക്സൂറ ബിഗുന്ന ഹർക്കത്തൈൻ. ബിഹുന്ന ഹർക്കത്തൈൻ. ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. قالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. ഓക്കെ ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാഹ്. ബറകല്ലാഹു. بسم الله الرحمن الرحيم. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. أو يلقى إليه كنز أو تكون له جنة يأكل منها وقال الظالمون إن تتبعون إلا
رجلا مسحورا. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. പിന്നെ ഉസ്താദ് എന്തോ ചോദിച്ചില്ല അതിൻ്റെ ഇടയിൽ? റസൂൽ എന്ന് പറയുമ്പോൾ അതിന് റാന് മുഫഹം എന്ന് പറയുന്നത് ഉസ്താദ്, അവിടെ ഇദ്ഗാമോ ഇതല്ലേ അവിടെ സംശയ? ഇദ്ഗാമാണ്, റാ ബിൽ ഫത്ഹ ആണല്ലോ. അതെ, അവിടെ സംശയ മുഫഹം പറയണം അവിടെ. വിറായിൽ മഫ്തൂഹ അത്രയും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. മുഫഹമയാണ് എന്നൊന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. അത് പിന്നെ ഷംസിയ, മുദ്ഗമ, ഫിറായിൽ മഫ്തൂഹ അത്ര മതി. പിന്നെ മുഫഹമ വേണമെങ്കിൽ പറയാം. റാന് പിന്നെ നമ്മൾ കെസ്റയിൽ പിന്നെ തർക്കിക്ക് പറയുന്നത് കൊണ്ട് ഫത്തയും ദമ്മയും പരമാവധി മുഫഹമ പറയാറാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. ഓക്കേ. أو يلقى إليه كنز أو تكون له جنة يأكل منها وقال الظالمون إن تتبعون إلا رجلا مسحورا. أو تكون له ألف همزة فتحة أ واو سكون أو تا فتحة كاف لما واو مد طبيعي حركتان كو تكو نون لما نو تكون أو تكون لام فتحة لا ها لما مد سلا صور له أو تكون له. Okay, very good, alhamdulillah. انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. ضاد ശ്രദ്ധിക്കണം. പിന്നെ ലക്കല്ലം സാലു പറയരുത്. ലക്കൽ അംസാല, ലക്കൽ അംസാല, ലക്കല്ലം സാല എന്ന് പറയരുത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ വറബൂലക ضاد فتح ضاد فتحة ضا ضاد فتحة را فتحة مفخمة ضاد مفخم അല്ലേ? ضاد فتحة مفخمة ضا را فتحة مفخمة را ضارا واو ضمة واو مد طبيعي حركتان ألف صفر مستتر لا يمتد ضربوا لام فتحة لا كاف فتحة كا لك ضربوا لك. ഓക്കെ, ആ വായത്ത് ഓതിക്കാളി. انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. اوكي، الحمد لله، بارك الله فيك. تبارك الذي إن جعل لك خيرا من ذلك جنات تجري من تحتها الأنهار ويجعل لك قصورا. ഓക്കെ, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്. ഷെരീഫത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ശരിയാക്കാനുണ്ട് കേട്ടോ. പിന്നെ മണിക്കാൻ വിട്ടു പോയിട്ടുണ്ട്. പിന്നെ വഖഫ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. ജന്നന്നല്ല, ജന്നത്ത് എന്നാണ് അവിടെ വഖഫ് ചെയ്യുന്നത്. الأنهار الأنهار همسة وصل تسقط وصلا نبدأ بها لام قمرية مظهرة ألف همسة فتاء الأ نون سكون الأن ها فتاء ألف مد طبيعي حركتان ها الأنها را وما مفخمة رو الأنهار. ഓക്കെ, ഒന്ന് ഓതിക്കാളി. تبارك الذي إن شاء جعل لك خيرا من ذلك جنات تجري من تحتها الأنهار
جنات تجري من تحتها الأنهار ويجعل لك قصورا ഓക്കെ ويجعل لك قصورا. ഓക്കെ ഓക്കെ അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീ. പിന്നെ بل كذبوا بالساعة وأعتدنا لمن كذب بالساعة سعيرا. ഓക്കെ മത്ത് കുറച്ച് കൂടി പോകുന്നുണ്ട്, അത്ര കൊണ്ട് പോകണ്ട. ബൽ കദ്ദബൂ ബിസ്സാഅ സാഅ പിന്നെ ലിമൻ കദ്ദബ അത്ര നീട്ടണ്ട. ബിസ്സാഅതി സഈറ, അതാണ് ഭംഗി, നല്ല ഓത്താണ്. അപ്പോൾ ആ മദ് ലേശം കൂടുമ്പോൾ ഒരു പ്രയാസമുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. നല്ല ഗംഭീരമായിട്ടുള്ള പാരായണമാണ്. അപ്പം മദ്ദിനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണേ ഇൻഷാ അല്ലാഹ്. باء كسرة بي همزة وصل تسكت وصل نبدو بها لام شمسية مدغمة في سين المفتوحة بسين المفتوحة ألف مد ألف مد طبيعي حركتان بالساء عين فتحة مفخمة عين فتحة تا كسرة عين فتحة ع تا كسرة تي. താ നമ്മൾ വഖഫ് ചെയ്യുന്നു. നിങ്ങളവിടെ വഖഫ് ചെയ്യുമ്പോൾ താ എന്തായിട്ട് മാറും? عند الوقف. ഓക്കെ, ഒന്ന് പാരായണം ചെയ്തു. ഹാ സാക്കിന ഇൻദൽ വഖഫ്, അതാണ് വരിക. പാരായണം ചെയ്യൂ. بل كذبوا بالساعة وأعتدنا لمن كذب بالساعة سعيرا. اوكي الحمد لله. إذا رأتم من مكان بعيد سمعوا لها تغيظا وزفيرا. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا. اوكي إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا. من مكان മീമ് പറയുമ്പോ ചെറുത് പറയണോ? വേണ്ട. മീം കസ്റ മീ നൂൻ സാക്കിന മുദഗമ ഫി മീമിൽ മഫ്തൂഹ ബിഉന്ന ഹർകതൻ മിമ്മ കാഫ് ഫത്ഹ അലിഫ് മദ് തബീഇ ഹർകതൻ മകാ നൂൻ തൻവീൻ ബിൽ കസ്റ നീൻ മകാനിൻ മിം മകാനിൻ. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്. ഓക്കെ, ഇഖ്ലാബാണ് ഇന്നത്തെ ടോപ്പിക്. അതിൻ്റെ മുമ്പേ നമുക്കൊരു കാര്യം നോക്കാനുണ്ട്. സലാം കാക്ക കഴിഞ്ഞ ആഴ്ച ചോദിച്ചൊരു ചോദ്യം, കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുമ്പത്തെ ആഴ്ചട്ടോ ചോദിച്ചിരുന്നു. അതിൻ്റെ ഒരു ക്ലിയറിങ്, ആ ഒരു നിയമം പഠിക്കുക, ശേഷം ഇഖ്ലാബ് എന്താണെന്ന് പഠിക്കുക. ഓക്കെ, നൂനു സാക്കിന വ തൻവീൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നൂനു സാക്കിന വ തൻവീനാണ്. നൂനു സാക്കിന തൻവീനിൽ പിന്നെ 4 നിയമങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. നൂനു സാക്കിൻ തൻവീനുമായിട്ട് ബന്ധപ്പെട്ട് 4 നിയമങ്ങളാണ്. അൽ ഇദ്ഹാർ, അൽ ഇദ്ഗാം, അൽ ഇഖ്ഫാ, അൽ ഇഖ്ലാബ്, ഇങ്ങനെ 4 നിയമങ്ങളുണ്ട്. അതിൽ ഇൽഹാർ നമ്മൾ പഠിച്ചു, അതായത് നൂനു സാക്കിന തൻവീനിന് ശേഷം ഹംസ്, തൊണ്ടയുടെ അക്ഷരം, അതായത് ഹംസുൻഹ, ഐനുൻഹ, ഗൈനുൻഹ, ഈ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ, നൂനു സാക്കിന തൻവീനിന് ശേഷം ഏതെങ്കിലും വരികയാണെങ്കിൽ ആ പിന്നെ നൂനു സാക്കിന തൻവീൻ എന്തായിരിക്കും? ഇൽഹാർ ചെയ്ത് കഴിഞ്ഞിട്ട് പാരായണം ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തത് പിന്നെ നമ്മൾ പോയത് അൽ ഇദ്ഗാമിലേക്കാണ് പോയത്.
ഇദ്ഗാമിൻ്റെ ഹർഫ് നമ്മൾ പഠിച്ചു. യർമലൂന, യാ റാ മീമ് ലാമു വാവ് നൂന്, 6 അക്ഷരങ്ങൾ. തൊണ്ടയുടെ 6 അക്ഷരങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇദ്ഗാമിൻ്റെ 6 അക്ഷരങ്ങൾ യർമലൂന, അത് നമ്മൾ അതേപോലെ ഇദ്ഗാം 2 എണ്ണം ഉണ്ടെന്ന് പഠിച്ചു. നൗആൻ, 2 വിഭാഗമുണ്ട് ഇദ്ഗാം. ഇദ്ഗാം ബി ഉന്നയും ഇദ്ഗാം ബി ഗൈരി ഉന്ന അല്ലെങ്കിൽ ബിലാ ഉന്ന, ഇങ്ങനെ 2 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ അതിൻ്റെ 2 ബി ഉന്നക്ക് വരുന്ന ഹർഫുകളും ബി ഗൈരി ഉന്നക്ക് വരുന്ന ഹർഫുകളും നമ്മൾ വേറിട്ട് തന്നെ പഠിച്ചു. ഇദ്ഗാം ബി ഉന്ന യാ നൂന് മീമു വാവ് ആണെന്ന് പഠിച്ചു. അതേപോലെ ഇദ്ഗാം ബിലാ ഉന്ന ലാമും റാവും ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി പിന്നെ ഈ 4 നിയമങ്ങൾ നമ്മളിപ്പോൾ അവസാനം പഠിച്ചത് ഇദ്ഗാമാണ്. പക്ഷേ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നില്ല, ഇപ്പോൾ വരും. ആ സ്ക്രീനിൽ കാണുന്ന ആയത്ത് ഞാൻ പാരായണം ചെയ്യാം. ഓക്കെ. قالوا بنوا له بنيانا فألقوه في الجحيم. അപ്പോൾ قالوا بنوا له ബുനിയാനൻ, ബുനിയാനൻ നൂനു സാക്കിന ശേഷം യാ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ പഠിച്ചത് നൂനു സാക്കിന വ തൻവീൻ ശേഷം യാ വന്നു കഴിഞ്ഞാൽ, അതായത് നൂനു സാക്കിനയ്ക്ക് ശേഷം യാ വന്നു കഴിഞ്ഞാൽ അവിടെ ഇദ്ഗാമാണ്, ഇദ്ഗാമിൻ്റെ ഹർഫാണ് യാ എന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ഇവിടെ ബുനിയാനൻ എന്നാണ് നമ്മൾ പാരായണം ചെയ്തത്. എന്തേ പറ്റിയത്? അതാണ് നമ്മൾ ഈ ആഴ്ച ഒന്ന് പഠിക്കുന്നത്. അപ്പോൾ അതെന്താണ് ആയിരിക്കും ബുനിയാനൻ എന്നുള്ള അത് നൂന് ഇൽഹാറായത്? നമ്മൾ പഠിച്ചത് പിന്നെ എന്താണ് ഇദ്ഗാമാണ് എന്നാണ്. നൂനു സാക്കിന തൻവീന് ശേഷം യാവ് വന്നു കഴിഞ്ഞാൽ ഇദ്ഗാമാന്ന് പറയും. പക്ഷെ അവിടെ എങ്ങനെ? ഇനി വേറൊരു സ്ഥലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നമൽ ഹയാത്തുദ്ദുനിയാ ലഇബു വലഹു, അവിടെ അദ്ദുനിയ എന്ന് വരുന്നു. ദുനിയ നൂനു സാക്കിന ശേഷം യാ വന്നു. പക്ഷെ അവിടെയും നൂനിനെ നമ്മൾ ഇൽഹാർ ചെയ്തിട്ടാണ് പാരായണം ചെയ്തു. അതെന്തേ കാരണം? അതിൻ്റെ കാരണം ഇതാണ്. ഹുനാക അർബഅ കലിമാത്തിൻ ഫിൽ ഖുർആൻ ഹുറൂഫുഹ ഹുറൂഫ് ഇദ്ഗാം. 4 കലിമത്തുണ്ട്, 4 വാക്കുകളുണ്ട് ഖുർആനിൽ. അതിൻ്റെ ഹർഫുകൾ എന്താണ്? ഇദ്ഗാമിൻ്റെ ഹർഫാണ്. വലാകിൻ ലാ തുദ്ഗമു, പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നില്ല? ഇദ്ഗാം ചെയ്യുന്നില്ല. വ തസ്മീ ഇൽഹാറൻ മുതലക്കൻ, അതെന്താണ്? ഇൽഹാറൻ മുതലക്കൻ, നിരുപാധികം ഇദ്ഗാം ചെയ്യുക എന്നൊരു കണ്ടീഷനാണ് അതിനുള്ളത്. ഹിയ അദ്ദുനിയ അബ്ബുനി അൽ ബുനിയാൻ ഖിൻവാൻ സിൻവാൻ. ദുനിയ ബുനിയാൻ ഖിൻവാൻ സിൻവാൻ, ഈ 4 ഹർഫുകൾ 4 വാക്കുകൾക്ക് എന്താണ്? നമ്മൾ പഠിച്ച ഇദ്ഗാമിൽ നിന്ന് ചെറിയൊരു മാറ്റമുണ്ട് എന്നാണ് പറയുന്നത് ഈ 4 എണ്ണത്തിന്. അതായത് അദ്ദുനിയ, ബുനിയാൻ, ഖിൻവാൻ, സിൻവാൻ. ഓക്കെ, ഒന്നും കൂടി നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഒരു നിയമവശം എന്ന് പറയുന്നത്. ലാ തുദ്ഗമു നൂനു സാക്കിന, ലാ തുദ്ഗമു ഇദ്ഗാം ചെയ്യില്ല നൂനു സാക്കിന. ഈ നൂനു സാക്കിന ഇദ്ഗാം ഫി വാവ് ഔ യാ, വാവിലേക്കും യായിലേക്കും ഇദ്ഗാം ചെയ്യില്ല. ഇദജ്തമഅ ഫീ കലിമത്തിൻ വാഹിദ, എന്താണ്? ഒരു വാക്കിൽ ചേർന്ന് വന്നു കഴിഞ്ഞാൽ, ഒരു വാക്കിൽ നൂനു സാക്കിനയും വാവും നൂനു സാക്കിനയും യാവും ചേർന്ന് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യില്ല? ഇദ്ഗാം ചെയ്യില്ല. പകരം അവിടെ അതിന് പറയുന്ന പേരാണ് ഇൽഹാർ മുത്തലക്ക, നിരുപാധികം ഇൽഹാർ ചെയ്യുക അല്ലെങ്കിൽ വെളിവാക്കി പാരായണം ചെയ്യുക എന്ന്. ഈ 4 വാക്കുകൾക്ക് മാത്രമേ ആ ഒരു നിയമം ബാധകമുള്ളൂ. ഖിൻവാൻ, സിൻവാൻ, ബുനിയാൻ, അദ്ദുനിയ, ഈ 4 വാക്കുകൾക്ക്. അപ്പോൾ ആ 4 വാക്കുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ നൂനു സാക്കിനയ്ക്ക് ശേഷം വാവ്, ഒരു
പദത്തിൽ വന്നതാണ്, ഒരു വാക്കിൽ വന്നതാണ്. സിൻവാൻ എന്ന് പറഞ്ഞ നൂനുസാക്കിന് ശേഷം വാവ്, ദുനിയ എന്ന് പറഞ്ഞ നൂനുസാക്കിന് ശേഷം യാ, ബുനിയാൻ എന്ന് പറഞ്ഞിടത്തിൽ യാ. അപ്പോൾ അത് ഒരു വാക്കിൽ നൂനുസാക്കിനെയും ഈ പറഞ്ഞ വാവോ യാവോ ചേർന്ന് വരികയാണ്. ഇജിത്തമാ ഫി കെലിമത്തിൻ, ഒരു വാക്കിൽ ഒപ്പരം ചേർന്ന് വരികയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഇൽഹാർ മുത്തലഖൻ എന്ന് പറയും. അപ്പോൾ നമുക്കത് എങ്ങനെ തഹജ്ജ് ചെയ്യാമെന്നാണ്. 2 രീതിയിൽ അത് തഹജ്ജ് ചെയ്യാം. നൂനുസാക്കിന മുൽഹറ, ഇത്ര മാത്രം പറഞ്ഞാൽ മതി. ഇനിയിപ്പം നമുക്കതിൻ്റെ നിയമങ്ങളും കൂടി വ്യക്തമാക്കി പറയണമെങ്കിൽ നൂനുസാക്കിന മുൽഹറ മുത്ലഖ, നൂനുസാക്കിന മുൽഹറ മുത്ലഖ. അപ്പോൾ നമ്മൾ ഈ ഖിൻവാൻ എന്നുള്ളത് ഇത് തഹജ്ജ് ചെയ്യുമ്പം ഖാഫ് കസ്റ ഖി നൂനുസാക്കിന മുൽഹറ, ഒന്നുകിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ നൂനുസാക്കിന മുൽഹറ മുത്ലഖ ഖിൻ വ ഫത്ഹ അലിഫ് മദ് തബഈ ഹർകതാൻ വ ഖിൻ വ നൂൻ തൻവീൻ ബിൽ ദമ്മ ഖിൻവാനുൻ എന്ന് തഹജ്ജ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ആ ആയത്തുകളിലേക്ക് ഒന്ന് പോകാം. وهو الذي أنزل من السماء ماء فأخرجنا به نبات كل شيء فأخرجنا منه خضرا نخرج منه حبا متراكبا ومن النخل من طلعها قنوان دانية وجنات من أعناب والزيتون والرمان مشتبها وغير متشابه انظروا إلى ثمره إذا أثمر وينعه إن في ذلكم لآيات لقوم يؤمنون. ഓക്കെ, അൽഹംദുലില്ലാ. ഉസ്താദ്, ആ ഖിൻവാൻ ഒന്ന് തഹജ്ജ് ചെയ്ത് നോക്കാൻ പറ്റുമോ? ഓക്കെ ഉസ്താദ്. ഖാഫ് കസ്റ ഖി നൂൻ മുദ്ഹറ നൂൻ സാക്കിന മുൽഹറ മുത്ലഖ. മുഴുവൻ പറഞ്ഞോളി. ഖാഫ് കസ്റ ഖി നൂൻ സാക്കിന മുൽഹറ മുത്ലഖ. മുൽഹറ മതി അല്ലേ ഉസ്താദ്? മുൽഹറ മതി. മുത്ലഖ قن وافت ألف مد طبيعي حركتان وقن ونون ساكنة عند الوقف قنوان. اوكي الحمد لله. بارك الله فيك. شكرا جزاك الله. بسم الله الرحمن الرحيم. إن الله يقاتلون في سبيله صفا كأنهم بيوت بنيان مرصوص.
മർസൂസ്. كأنهم بنيان مرصوص. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ ഓക്കെ അനസ്ക, ശുക്രൻ. ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ മതി, ശരിയായിക്കോളൂ. ഓക്കെ, ഞാൻ ആ ഭാഗം മാത്രം തഹജ്ജ് ചെയ്തുതരാം. ബ ഉദമ്മ ബു നൂൻ സാക്കിന മുൽഹറ മുത്ലക ബുൻ യ ഫത്ഹ അലിഫ് മദ് തബീഇ ഹർകതാൻ ബുനിയ നൂൻ തൻവീൻ ബിൽളമ്മ മുദ്ഗമ ഫിൽ മീമിൽ മഫ്തൂഹ ബിഗുന്ന ഹർകതൈൻ ബുനിയാനും صفا في سبيله صفا كأنهم بنيان مرصوص. اوكي. بسم الله الرحمن الرحيم. وفي الأرض قطع متجاورات وجنات من أعناب وزرع ونخيل صنوان وغير صنوان يسقى بماء واحد ونفضل بعضها على بعض في الأكل إن في ذلك لآيات لقوم يعقلون. ഓക്കെ, പിന്നെ സലാം കാക്ക ദ്വാദിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഉന്ന ചെയ്യുന്നോടത്ത് ഇദ്ഗാം ചെയ്യുന്നോടത്തൊക്കെ ഒന്നും കൂടി ശ്രദ്ധ വേണം. പിന്നെ ഉന്ന ചെയ്യുന്നോടത്തും ഇദ്ഗാം ചെയ്യുന്നോടത്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് ക്ലിയർ ആക്കിക്കോളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, അടുത്ത ആയത്ത് ഞാൻ തന്നെ ഓതാം. വലൗലാ അൻ കതബല്ലാഹു അലൈഹിമുൽ ജലാഅ ലഅദബഹും ഫിദ്ദുനിയാ വലഹും ഫിൽ ആഖിറതി അദാബുൻ നാർ. അദ്ദുനിയ എന്നുള്ളിടത്ത് ഹംസത്തു വസ്ലിൻ തസ്കുതു വസ്ലൻ لام شمسية مدغمة في الدال المضمومة الدو نون ساكنة مظهرة مطلقة الدن ياء فتحة ألف مد طبيعي حركتان الدنيا في الدنيا. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഇഖ്ലാബ് എന്താണ് എന്ന് നോക്കാം. അപ്പം നമ്മൾ പിന്നെ ഈ സ്ക്രീനിൽ പിന്നെ ഇഖ്ലാബ് എന്ന് പറയുന്നത് നൂനു സാക്കിന തൻവീനിന് ശേഷം ആര് വരും? ബാ വരും. നൂനു സാക്കിനക്കോ തൻവീനിനോ ശേഷം ബാ വരികയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ആ ബാഇനെ എന്താക്കി മാറ്റും? മീമാക്കി മാറ്റിയിട്ട് മറിച്ച് മണിച്ച് ഉന്നയോട് കുടുങ്ങിയിട്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ മിംബാദി എന്നുള്ളത് ശരിക്കും പാരായണത്തിൽ വരുമ്പോൾ മിംബാദി മണിക്ക് കൂടി വേണം കേട്ടോ. മിംബാദി ശരിക്കും ഖുറാനിൽ വരുന്നത് മിൻ ബാദി എന്നാണ്. നൂനുസാക്കിന് ശേഷം ബാ ആണ് വരുന്നത്. പക്ഷെ പാരായണത്തിൽ അതെന്തായിട്ടു ആ നൂനുസാക്കിനെ മീമാക്കി മാറ്റിയിട്ട് പാരായണം ചെയ്യും. അപ്പം മിംബാദി എന്ന്. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ നൂനുസാക്കിനാണ് ശേഷം ബാവ് വന്നു. അപ്പം അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ ഒരു ചെറിയൊരു കുഞ്ഞു മീമിനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കി ആ നൂനിനെ മീമാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യണം? മാറ്റി മറിച്ച് മണിച്ച് പാരായണം ചെയ്യണം. പറഞ്ഞ മനസ്സിലാവും. ഇഖ്ലാബ് ബി ഗുന്ന ഹർക്കത്തെ എന്നാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ പറയുന്നത്. പക്ഷെ ഇഖ്ലാബ് എന്നുള്ളത് എന്തായിട്ട് മാറുന്നുണ്ട്? ഇഖ്ഫ ആയിട്ട് മാറുന്നുണ്ട്. എന്നാൽ ആരോ ഒന്ന് മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു ആ കാര്യം. ഇപ്പൊ നൂനു സാക്കിന ശേഷം ബാ വന്നു കഴിഞ്ഞാൽ എന്താവും? മീമു സാക്കിന ബാ ആയിട്ട് മാറും. അപ്പം ഈ നൂനു സാക്കിന ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇഖ്ലാബാണ്, മാറ്റിമറിച്ച് എന്തിലേക്ക്? മീമിലേക്ക് മാറ്റിമറിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മുമ്പ് പഠിച്ചൊരു നിയമമാണ്, സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ എന്താവും? ഇഖ്ഫ ആയിട്ട് മാറും എന്നുള്ളത്. അപ്പം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതാണ്. രണ്ട് നിയമങ്ങൾ ഒപ്പരം വരികയാണ്. നൂനു സാക്കിനയ്ക്ക് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ ആ നൂനു സാക്കിനെ മീമു സാക്കിനയായിട്ട് മാറ്റണം. മീമു സാക്കിനയായിട്ട് മാറുമ്പോൾ ശേഷം ബാ വന്നാൽ എന്താവും വരിക? ഇഖ്ഫ ബി ഗുന്നയാണ്. അപ്പോൾ ഇഖ്ലാബിനെ ഇഖ്ഫ ആയിട്ടാണ് മാറ്റുന്നത്. അപ്പം രണ്ട് നിയമങ്ങൾ അവിടെ വരുന്നുണ്ട്. മീമ് ബാ ഇഖ്ഫ. ഇപ്പോൾ
അതെങ്ങനെ തഹജ്ജി ചെയ്യാന്നുള്ളത് നിങ്ങൾ നോക്കി. നൂനു സാക്കിന മുൻകലബ ലിമീം മുഖ്ഫ ഇൻദൽ ബാഇൽ മഫ്തൂഹ ബിഗുന്ന ഹർക്കത്തൈൻ. നൂനു സാക്കിന സുക്കൂനുള്ള നൂനു സാക്കിനെ എന്താണ് ഇഖ്ലാബ് ചെയ്യും, മാറ്റിമറിച്ചു. മുൻകലബ മാറ്റിമറിച്ചു, ലിമീം മീമിലേക്ക് മാറ്റിമറിച്ചിട്ടുണ്ട്. നൂനു സാക്കിനെ മീമാക്കി മാറ്റൂ. അപ്പോൾ മീമാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും സുക്കൂനുള്ള മീമിന് ശേഷം ബാവ് വന്നു. അപ്പോൾ അവിടെ മുഖ്ഫ ഇൻദൽ ബാഇൽ മഫ്തൂഹ മക്സൂറ മദ്മൂമ ഏതാണോ അത്. അപ്പോൾ സംഭവം ഒന്നും കൂടി മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം. നൂനു സാക്കിന മുൻകലബ ലിമീം മീമിലേക്ക് മാറ്റി, നൂനു സാക്കിനെ മീമിലേക്ക് മാറ്റി മുഖ്ഫ ആയി. അപ്പം മീമു സാക്കിനക്ക് ശേഷം ബാവ് വന്നുകൊണ്ട് അത് ഇഖ്ഫ ബിഗുന്ന ഹർക്കത്തൈനായിട്ട് മാറും. ഇതാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. നോർമൽ അത് ഇഖ്ലാബ് തന്നെയാണ്. പക്ഷേ ഇഖ്ലാബ് സംഭവിക്കുന്ന കൂടെ തന്നെ ഇഖ്ലാബ് സംഭവിക്കുന്നതോടുകൂടി സുക്കൂനുള്ള മീമിന് ശേഷം ബാ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം ബാവ് വന്നാലുള്ള നിയമം എന്താണ്? ഇഖ്ഫ ആണ്. അപ്പം നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് ശരിക്കും സംഭവിക്കുന്നത് എന്താ കഴിഞ്ഞാൽ ഇഖ്ഫ ആണ് സംഭവിക്കുന്നത്. തഹജ്ജി പറയുന്ന സമയത്ത് നൂനു സാക്കിന മുൻകലബ ലിമീം അൽ മുഖ്ഫ ഇൻദൽ ബാഇൽ മഫ്തൂഹ ബിഗുന്ന ഹർക്കത്തൈൻ. നൂനു സാക്കിന മുൻകലബ ലിമീമിൽ മുഖ്ഫ ഇൻദൽ ലിമീമിൽ മുഖ്ഫ എന്ന് വേണം പറയാം, അല്ലെങ്കിൽ ലിമീം മുഖ്ഫ ഇൻദൽ ബാഇൽ മഫ്തൂഹ ബിഗുന്ന ഹർക്കത്തൈൻ എന്ന്. ഇപ്പോൾ കിറാമിൻ ബററ കിറാമിം മീമ് തൻവീനാണ്. ഒരു കെസ്റയും മീമും കൊടുത്തത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നൂനു സാക്കിനെ എന്തായിട്ട് മാറുന്നുണ്ട്? മീമാക്കിയിട്ട് മാറുന്നുണ്ട്. മീൻ കിറാമിൻ എന്നുള്ള മീം ശേഷം ഒരു നൂന് ശബ്ദമാണല്ലോ മീൻ തൻവീന്, അതിനെന്താക്കി മാറ്റും? മീമാക്കി മാറ്റും. മീമ് സുക്കൂനുള്ളതായതുകൊണ്ട് കിറാമിൻ ബററ കാഫ് കസ്റാക്കി റാ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ ബത്ബി ഹർകതാൻ കിറാ മീം തൻവീൻ ബിൽ കസ്റ മുൻകലബ ലിമീമിൽ മുഖ്ഫ ഇൻദൽ ബാഇൽ മഫ്തൂഹ ബിഗുന്ന ഹർകതൈൻ. ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിങ്ങനെ റൂട്ട് പഠിച്ച് വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇവിടെ ഇപ്പോൾ ഒരു മുൻകലബ മാത്രം ചേർക്കാനേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഇവിടെ പറയാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പറയേണ്ടത്? മീം തൻവീൻ ബിൽ കസ്റ മുൻകലബ ലിമീം മുഖ്ഫ ഇൻദൽ ബാഇൽ മഫ്തൂഹ ബിഗുന്ന ഹർകതൈൻ കിറാമിൻ ബറ ഫത്ഹ മുഫഖമ റബറ റാ ഫത്ഹ മുഫഖമ റബറ ഹ സാകിന ഇൻദൽ വഖഫ് ബററ കിറാമിൻ ബററ. ഓക്കെ, അടുത്തത് فأنبتنا فيها حبا. അവിടെയും സെയിം നൂൻ ഇവിടെ നേരത്തെ തൻവീനാണെങ്കിൽ ഇവിടെ നൂൻ സാക്കിനാണ്. നൂൻ സാക്കിന മുൻകലബ ലിമീമിൽ മുഖ്ഫ ഇൻദൽ ബാഇൽ മഫ്തൂഹ ബിഗുന്ന ഹർകതൈൻ فأنبتنا فيها حبا إنا خلقنا മീമിന്റെ ഉച്ചാരണം വരുന്നില്ല. അല്ല, മീമിനെ നമ്മൾ മറച്ചു വെക്കുന്നുണ്ട്. ഉച്ചാരണം എന്ന് പറഞ്ഞാൽ ചെറിയ ഇതിൽ കേൾക്കും. മീമിനെ മറച്ചു വെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ മീം ബായിലേക്കാണ്. ബാവും മീം നിങ്ങൾ നോക്കി, രണ്ടും എന്തിന്റെ മഖ്റജ് ഏതാണ്? മീം അപ്പൊ രണ്ടും ഒരേ മഖ്റജാണ്. അപ്പൊ നമുക്ക് തോന്നും മീം ഉണ്ടോന്ന്. ബ പറയുമ്പോൾ ശരിക്കും ചുണ്ട് ഇങ്ങനെ ടച്ച് ആവണം. അപ്പൊ മീമിനും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും അത് മീമിനെ ബായിലേക്ക് മറച്ചു വെക്കാണ്. മണിച്ചിട്ട് വല്ലാണ്ട് ഓവറായിട്ട് ഇൽഹാറിലേക്ക് പോകണ്ട. പക്ഷെ എന്താണ്? മറച്ചു വെക്കുക, മീമിനെ മറച്ചു വെക്കുക ചെയ്യുന്നത്. ഇൽഹാറിലേക്ക് പറയുന്ന വൈര്
പോകാണ്ട് മറിച്ച് മണിച്ച് മീമിനെ പിന്നെ മീം സാക്കിനെ മറിച്ച് മണിച്ച് പറയുന്നത്. ഉന്ന വരുന്നുണ്ട്, ഉന്ന വരുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല. ഓക്കെ. ഇന്ന إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. ഓക്കെ. പിന്നെ എവിടെ ഒന്ന് നിർത്തി കൊടുത്തിട്ടുണ്ടോ ഒരു പ്രശ്നം വന്നു. തുഫത്തി എന്ന് പറയും നിർത്തിയോ. വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, ഒന്നെങ്കിൽ സുക്കൂനോ മദ്ദിലോ ആണ്. ഇവിടെ ബസീറ ശബ്ദ കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ശബ്ദ വന്നിട്ടൊന്നുമില്ല, ഞാൻ സൂചിപ്പിച്ചാണ്. മൊത്തത്തിൽ ബ എന്നാക്കാണ്ട് ബസീറ നോർമൽ ബാ മതി. ആ ഭാഗം മാത്രം ഒന്ന് തേജ് ചെയ്യാൻ കഴിയുമോ? ഇപ്പൊ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഉണ്ടാവില്ല അല്ലേ? ഇപ്പം നമ്മൾ പഠിപ്പിച്ച ഇഖ്ലാബിന്റെ ഇപ്പൊ പറഞ്ഞത് ആയിൻ തൻവീൻ സമീഅൻ ബ തൻവീൻ ബിൽ ഫത്ഹ മുൻകലബ ലിമീമിൽ മുഖ്ഫ ഇൻദൽ ബാഇൽ മഫ്തൂഹ ബിഗുന്ന ഹർക്കതൈൻ. ഓക്കേ. وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى. ഓക്കെ, അൽഹംദുലില്ലാ, ശുക്രൻ. വജീഅ യൗമഇദിൻ ബിജഹന്നം അവിടെയുണ്ട് ദാൽ തൻവീൻ ബിൽ കസ്റ മുൻകലബ ലിമീമിൽ മുഖ്ഫ ഇൻദൽ ബാഇൽ മക്സൂറ ബിഗുന്ന ഹർക്കതൈൻ എന്ന്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ലുഇനല്ലദീന കഫറൂ മിൻ ബനീ إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ പറഞ്ഞതിന്, അതായത് നമ്മളിപ്പോൾ പഠിച്ച മിൻ ബനീ ഇസ്രായീല. എനി ഡൗട്ട്? ഈ ഇഖ്ലാബിന്റെ നിയമത്തിലെ നൂൻ സാക്കിനേക്കും തൻവീന്റെയും കൂടെ ഒരു ചെറിയ മീം വരുമോ? വരും. ആ കുഞ്ഞു മീമാണ് അതിന്റെ ഒരു ഇൻഡിക്കേഷൻ. നൂനു സാക്കിനേക്ക് സുക്കൂൻ ഇടൂല, കാരണം നൂനു സാക്കിനാണല്ലോ. അപ്പൊ അത് പിന്നെ എന്താണ്, ഇൽഹാറിന് മാത്രമേ സുക്കൂന് കൊടുക്കുള്ളൂ, എല്ലാത്തിനും സുക്കൂനില്ല. അപ്പൊ അവിടെ കുഞ്ഞു മീമ് മാത്രമേ ഉണ്ടാവുള്ളൂ. തൻവീനാണെങ്കിൽ ഒരു ഫഥയോ കെസ്റോ എന്തെങ്കിലും ഉണ്ടാവും, ഒരു കുഞ്ഞു മീമിനെയും കാണാം. അവിടെയാണ് അത് ഇഖ്ലാബ് സംഭവിക്കുന്നത്. നൂനു സാക്കിനെ മീമു സാക്കിനെയാക്കിയിട്ട് മാറ്റാണ് ചെയ്യുന്നത്. അതിനുള്ള അലാമത്താണ് ഒരു കുഞ്ഞു മീമ അവിടെ ഉള്ളത്. ഓക്കെ. എനിക്കിന്നൊരു ഡൗട്ട് വന്നേതാ, ഈ നൂനിന്റെ താഴെ ഒരു കെസ്റ വന്നു. ഞാൻ ചെയ്തുതരാം. സാഹിറത്താത്ത കംപ്ലീറ്റ് ചെയ്തോളൂ. അല്ല, ഇന്നലെ ഓതിയപ്പോ ആ നൂനിന്റെ അടിയിൽ കെസ്റ വന്നിട്ട് ചെറിയൊരു മീമം വന്നു. അതാ എനിക്ക് ഡൗട്ട് തോന്നി. എന്നിട്ട് മെസ്സേജ് ഇട്ട് ചോദിച്ചില്ല. അപ്പൊ മനസ്സിലായല്ലോ സംഭവം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്നലെ പറയാതിരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? അപ്പൊ ഒന്നുകൂടി ഞാൻ തഹജ് ചെയ്തുതരാം. മീം കെസ്റ മീ, നൂൻ സാക്കിന പിന്നെ ഇഖ്ലാബ് സംഭവിക്കപ്പോൾ നൂൻ സാക്കിന മുൻകലബ ലിമീം. ഇഖ്ലാബ് സംഭവിച്ചു ഏതിലേക്കാണ്? മീമിലേക്ക്. നൂൻ സാക്കിന മുൻകലബ ലിമീമിൽ മുഖ്ഫ ഇൻദൽ ബാഇൽ മഫ്തൂഹ. പിന്നെ മീം സാക്കിനായി മീമിലേക്ക് ഇഖ്ലാബ് ചെയ്യുന്നതോടുകൂടി പിന്നെ
എന്താണ്? ഇഖ്ഫ ആണ്. അപ്പം മുഖ്ഫ ഇൻദൽ ബാഇൽ മഫ്തൂഹ, പിന്നെ ഗുന്നയോട് കൂടി. അപ്പം നൂൻ സാക്കിന മുൻഖലബ ലിമീമിൽ മുഖ്ഫ ഇൻദൽ ബാഇൽ മഫ്തൂഹ ബിഗുന്ന ഹർകതൈൻ മിൻ ബനി ഇസ്രായീല. ഓക്കെ ഓക്കെ ഇവിടെയും ഉണ്ട്. വറബ്ബുകൽ ഗനിയ്യു ദുർ റഹ്മ ഇൻ യശഅ യുദ്ഹിബുകും വയസ്തഖ്ലിഫ് മിൻ ബഅദികും. അവിടെയുണ്ട് നൂനു സാക്കിന മുൻഖലബ ലിമീമിൽ മുഖ്ഫ ഇൻദൽ ബാഇൽ മഫ്തൂഹ ബിഗുന്ന ഹർകതൈൻ. إن يشأ يذهبكم ويستخلف من بعدكم ما يشاء كما أنشأكم من ذرية قوم آخرين. ഓക്കെ ഇത് സൂറത്ത് മാഇദയിലുണ്ട്. ഇവിടെയും എന്ത് സംഭവിക്കുന്നുണ്ട്? ഫസ്റ്റ് എടുത്തിരുന്നു സമീഅം ബസീറ യൗമഇദീനുള്ള അവിടെ തെൻവീനാണല്ലേ. അപ്പോൾ യൗമഇദീൻ ബി, അപ്പോൾ ദാൽ തൻവീൻ ബിൽ കസ്റ, ദാൽ തൻവീൻ ബിൽ കസ്റ മുൻഖലബ, ദാൽ തൻവീൻ ബിൽ കസ്റ മുൻഖലബ ലിമീമിൽ മുഖ്ഫ ഇൻദൽ ബാഇൽ മക്സൂറ ബിഗുന്ന ഹർകതൈൻ. ഫത്ഹയാണെങ്കിൽ മഫ്തൂഹ, കസ്റയാണെങ്കിൽ മക്സൂറ, ദമ്മയാണെങ്കിൽ മദ്മൂമ. അത് അങ്ങോട്ട് ഫത്ഹ കസ്റ ദമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഫത്ഹ ചെയ്യപ്പെട്ടത് കസ്റ ചെയ്യപ്പെട്ടത് എന്ന കസ്റ ചെയ്യപ്പെട്ട ബായിലേക്ക് ഇദ്ഗാം ചെയ്തും അല്ല ഇഖ്ഫ ചെയ്ത് മണിച്ച് പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ദാൽ തൻവീൻ ബിൽ കസ്റ മുൻഖലബ ലിമീമിൽ മുഖ്ഫ ഇൻദൽ ബാഇൽ മക്സൂറ ബിഗുന്ന ഹർകതൈൻ യൗമഇദിൻ ബിജഹന്നം. ഓക്കെ ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുക. ഇത് തഹജിയാണ്, നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. അപ്പം നിങ്ങൾക്കത് മനസ്സിലായിക്കോളൂ. ഓക്കെ ഇതിൽ 3 എക്സാമ്പിൾ ആയിട്ടാണ് സർ. 3 എക്സാമ്പിളോ? നൂന് സാക്കിനും മീം സാക്കിനും 3 ഒരു എക്സാമ്പിൾ ആയിക്കുമോ തഹജി ചെയ്തത്? ആ 3 മീം സാക്കിനിൻ്റെത് മനസ്സിലായില്ല. നൂന് സാക്കിനിന്റെ സ്ഥാനത്ത് മീം സാക്കിന് വരുമ്പോഴും മുഖ്ഫ എന്നല്ലേ പറയണേ? അത് ഇഖ്ഫ, അത് മീം സാക്കിന അത് ഇഖ്ലാബ് സംഭവിക്കൂല. അത് ഇഖ്ലാബ് ഇല്ല. അതാണ് ചോദിക്കുന്നത്. മീം സാക്കിനിന്റെ നിയമമാണല്ലോ അത് മീം സാക്കിന് അത് ഇഖ്ഫ ബിമുന്ന, അത് മാത്രമേ ഉള്ളൂ. നൂനു സാക്കിന തൻവീനിന് ശേഷം ബാഹു വന്നാലാണ് എന്ത് സംഭവിക്കുന്നത്? ഇഖ്ലാബ് സംഭവിക്കുന്നത്. മുൻഖലബ് അതിന് മാത്രം പറയാം. അതെ അതെ ഓക്കെ. ഷെരീഫത്താത്ത എന്തോന്ന് പറയുന്നുണ്ടല്ലോ. ഏത് പറഞ്ഞേരി, സൂറത്തിന്റെ പേര് പറഞ്ഞേരി, ക്ലിയർ ചെയ്യണല്ലോ. സൂറത്ത് ഫത്ഹിൽ എത്രാമത്തെ ആയത്താണ്? കുറെ സ്ഥലത്തുണ്ടല്ലോ ഈ വാക്ക്. ഏത് വാക്കാണ് ഉദ്ദേശിച്ചത്? എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല, അതുകൂടി പറഞ്ഞേരി. ഈ പിന്നെ ഇഖ്ലാബാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ സലാംക്കാക്ക് ഒരു കാര്യം പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് എനിക്ക് സംശയം, അതാണ് ഞാൻ ചോദിച്ചത്. എന്താണ് സംഭവം? ഇഖ്ലാബാണോ നിങ്ങൾ പറയുന്നത്? ഇഖ്ലാബാണോ നിങ്ങൾ? സൂറത്ത് ഫത്ഹിൽ എന്നല്ല, അത് ഒരുപാട് സ്ഥലത്തുണ്ട്, കേട്ടോ. ഫത്ഹിൽ എന്ന് മാത്രമല്ല, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ നമുക്ക് സൂറത്ത് ഫുർഖാനിലേക്ക് പോകാം. ഫുർഖാനിൽ 13 മുതൽ 18 വരെയുള്ള ആയത്തൊന്ന് കേൾക്കാം. ഓക്കെ.
കേട്ടോളൂ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا ألقوا منها مكانا ضيقا مقرنين دعوا هنالك ثبورا لا تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا قل أذلك خير أم جنة الخلد التي وعد المتقون كانت لهم جزاء ومصيرا لهم فيها ما يشاءون خالدين كان على ربك وعدا مسؤولا ويوم يحشرهم وما يعبدون من دون الله فيقول أأنتم أضللتم عبادي هؤلاء أم هم ضلوا السبيل قالوا سبحانك ما كان ينبغي لنا أن نتخذ من دونك من أولياء ولكن متعتهم وآباءهم حتى نسوا الذكر وكانوا قوما بورا. ഓക്കെ അൽഹംദുലില്ല. അപ്പോൾ നമ്മൾ സൂറത്ത് ഫുർഖാനും കൂടി ഇതിൻ്റെ ഇടയിൽ പഠിക്കുകയാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഇന്നിപ്പോൾ ഓദിപ്പിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നത് നിങ്ങളൊന്നത് കൃത്യമായിട്ട് കാര്യമായിട്ട് എടുത്തിട്ടില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം പാരായണം ചെയ്ത ആൾക്കാരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം ഒരു ആയത്തിന് നൽകുന്നുണ്ട്. അപ്പം ആ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയത്ത് ക്ലിയർ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വലിയ പ്രയാസമാണ്. നമ്മൾ പഠിക്കുന്നത് നമ്മൾക്ക് ഇവിടെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ഹർഫിനും നമുക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട്. അത് നമ്മൾ അതിൻ്റെ മുഴുവൻ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാരായണം അത്ര ക്ലിയർ. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു പാരായണത്തിലും കൂടി അതിൻ്റെ ഇത് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കണം. പിന്നെ അസുഖവും കാര്യങ്ങളൊക്കെ ഉള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ നമുക്ക് പരിഗണിക്കാം, അത് അള്ളാഹുവിന് അറിയാം. എങ്കിൽ കൂടി നമ്മൾ പരമാവധി എന്തായി ചെയ്യേണ്ടത്, നല്ല രീതിയിൽ തന്നെ പാരായണം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. അപ്പം ഞാനൊന്ന് ഓതാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا ألقوا منها مكانا ضيقا مقرنين دعوا هنالك ثبورا لا تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا قل أذلك خير أم جنة الخلد التي وعد المتقون كانت لهم جزاء ومصيرا
ലഹും ഫീഹാ മാ യശാഊന ഖാലിദീൻ കാന അലാ റബ്ബിക വഅദൻ മസ്ഊലാ ويوم يحشرهم وما يعبدون من دون الله فيقول أأنتم أضللتم عبادي هؤلاء أم هم ضلوا السبيل قالوا سبحانك ما كان ينبغي لنا أن نتخذ من دونك من أولياء ولكن متعتم وآباءهم حتى نسوا الذكر وكانوا قوما ബൂറാ. ഇതിൽ 2 സ്ഥലങ്ങളിലാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 2 സ്ഥലത്ത് നിന്ന് നമ്മൾ പഠിച്ച പോർഷൻ വരുന്നുണ്ട്. മീം സാക്കിന പിന്നെ നൂനു സാക്കിന. ഇതിൽ തന്നെ ഈ ആയത്തിൽ തന്നെ 2 സ്ഥലത്ത് വരുന്നുണ്ട്. ഈ ആയത്തിൽ അവസാനത്തെ ആയത്തിലാണ് 2 എന്ത് വന്നിട്ടുള്ളത്, നമ്മൾ പഠിച്ച നിയമം വന്നിട്ടുണ്ട്. എംബവി കൗമൻ എന്നുള്ളിടത്ത്. അപ്പം അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തുക. കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ ഖുർആനിനെ മനോഹരമാക്കാൻ ശ്രമിക്കുക. ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അത് പിന്നെ നമ്മൾ പരമാവധി നമ്മൾ എല്ലാവർക്കും നല്ല കഴിവുകളുണ്ട്. എല്ലാവർക്കും പിന്നെ സംസാരം, അതായത് സംസാരിക്കുന്നത് ഏറ്റവും മനോഹരമാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോട് എങ്ങനെ സംസാരിക്കുന്നു അതിനേക്കാളും ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കണം ഖുർആൻ പാരായണം ചെയ്യുന്നത്. കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അതുമാത്രമല്ല വേറെന്തെങ്കിലും ബുക്കുകൾ വായിക്കുന്നത് പോലോ ഒന്നുമല്ല. നമ്മൾ പാരായണം ചെയ്യുന്ന ഓരോ ഹർഫിനും 10 നന്മകൾ വീതം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് നാളെ ഷഫാഅത്ത് നൽകും. അത് രാവിലെ പാരായണത്തിനാണ് എന്ന് പറയുന്നു എങ്കിൽ കൂടി, അതേപോലെ ഹിഫ്ള് ചെയ്യുകയാണെങ്കിൽ നാളെ പരലോകത്തിൽ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നുണ്ട്, ഈ പഠിച്ച എത്ര ഹിഫ്ളുണ്ടോ അതിനനുസരിച്ച് കയറിപ്പോയിട്ട് ആ സ്ഥലം മുഴുവൻ എടുത്തോ എന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതൊക്കെ നമുക്ക് പ്രചോദനമാകണം. വിശുദ്ധ ഖുർആൻ പരമാവധി നമ്മൾ ഈ ഒരു വെളിച്ചത്തിലേക്ക് നമ്മൾ വരിക, ഇതിൻ്റെ ആശയതലങ്ങളിലൂടെ സഞ്ചരിക്കുക. ഒരുപാട് നമ്മുടെ പ്രയാസങ്ങൾക്കൊക്കെ വെളിച്ചം ലഭിക്കും ഈ ഒരു പിന്നെ ഇതിൻ്റെ ആശയതലങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ. കാരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്ന ഈ പണി ചെയ്യുമ്പോൾ അർത്ഥങ്ങൾ വെക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇറക്കി വെക്കാൻ കഴിയും. കാരണം നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നാളെ പരലോകത്ത് ഒരുപാട് നന്മകൾ അള്ളാഹു നൽകും. ഈ ഒരു പഠനത്തിലൂടെയും പാരായണത്തിലൂടെയും ഒക്കെ എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം പാരായണം ചെയ്യാൻ ഉപയോഗിക്കും. ഒന്നും വേണ്ട, നമ്മൾ നമസ്കരിക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പേ, നമസ്കാരത്തിന് പോകുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പേ, ശേഷം ഒരു 10 മിനിറ്റ് മുമ്പേ, 10 മിനിറ്റ്, ഈ 10 മിനിറ്റ് ഉപയോഗപ്പെടുത്തിയാൽ തന്നെ എത്ര നമുക്ക് പാരായണം ചെയ്യാൻ കഴിയും. ഒരുപാട് ഞാനും വിചാരിച്ചിരുന്നു ഒരുപാട് സമയം കിട്ടൂല. ഇപ്പം ഞാൻ എന്ത് ചെയ്യുക, ടൈം ഷെഡ്യൂൾ ചെയ്യുക ചെയ്യുന്നത്. നമസ്കാരത്തിന് കുറച്ച് മുമ്പേ അവിടെ എത്തുക. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ടില്ലെങ്കിലും നമസ്കാരം കഴിഞ്ഞാലെങ്കിലും എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുന്ന പോർഷൻ നമ്മൾ ഓതി ഒന്നോ രണ്ടോ തവണ ഓതിയിട്ടേ പോരുള്ളൂ. അപ്പം മനസ്സിനൊരു സമാധാനമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളും ഇതിനെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി ഇതിലേക്ക് അതിൻ്റെ ഒരു പിന്നെ ആ ഒരു ഹലാവത്ത്, മാധുര്യം നുകരാൻ വേണ്ടിയിട്ട് നിങ്ങളും ഇറങ്ങി പുറപ്പെടുക. അതിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതരായ അള്ളാഹുവിൻ്റെ അസ്ഹാബുകളായിട്ട് നാളെ സ്വർഗത്തിൽ ഖുർആനിൻ്റെ അസ്ഹാബുകളായിട്ട് അള്ളാഹുവിൻ്റെ അസ്ഹാബായിട്ട് മാറാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
രോഗങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഭർത്താക്കന്മാർ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, മക്കൾ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, സ്വന്തം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇതിലൂടെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും, ഖുർആനിലൂടെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എളുപ്പത്തിൽ നീക്കി അതിനൊരു സുഖകരമായിട്ടുള്ള തുറവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ നമുക്ക് അള്ളാഹു അവൻ്റെ മഹത്തായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞത് മനസ്സിലാകുകയോ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. സന്തോഷമാണ് ആ കാര്യത്തിൽ. ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ നമുക്ക് ഈ ഇഖ്ലാബും മദ് ബദലും ഒക്കെയാണ് പഠിക്കാനുള്ളത്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام